കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇനി വരാൻ പോകുന്ന ഒരടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് പറയാൻ പോകുന്നത്. ഇഷ്ടപ്പെട്ട ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിധിയും സുധീഷും ഒരുമിച്ചായിരിക്കും രാത്രി കിടന്നുറങ്ങിയിട്ടുണ്ടായിരിക്കുക. പെട്ടെന്ന് സുധീഷ് എണീക്കുന്ന സമയത്ത് സുധീഷ് നിധിയെ കാണും. ആ സമയത്ത് പെട്ടെന്ന് പേടിക്കും. എന്താ ഞാൻ ഇവിടെ എന്ന് ആലോചിക്കും. അപ്പോഴായിരിക്കും സുധീഷിന് മനസ്സിലാവുക ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞല്ലോ. പിന്നീട് സുധീഷ് ഫോൺ എടുത്തിട്ട് നിധി ഉറങ്ങുകയായിരിക്കും. അങ്ങനെ നിധിയുടെ കൂടെ കിടന്നുകൊണ്ട് സുധീഷ് ഫോട്ടോ എല്ലാം എടുക്കും. അങ്ങനെ ഫോട്ടോ എല്ലാം എടുത്തതിന് ശേഷം സുധീഷ് എണീക്കുകയാണ്. ബെഡിൽ നിന്നും എണീറ്റ് മുറിയുടെ പുറത്തോട്ടേക്ക് പോകുകയാണ്. സുധീഷ് മുറിയിൽ നിന്നും പുറത്തോട്ടേക്ക് വരുന്ന സമയത്ത് സുഭാഷും ഹരീഷും നികേഷും പുറത്തിങ്ങനെ സംസാരിച്ചു കൊണ്ട് നിൽക്കുകയായിരിക്കും. അപ്പോൾ നികേഷ് ഹരീഷിന് കാണിച്ചു കൊടുക്കും. അങ്ങോട്ടേക്ക് നോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് സുധീഷിനെ. ആ സമയത്ത് സുധീഷിന് അവരെ കാണുമ്പോൾ നാണം വരും. അപ്പോൾ സുഭാഷ് ചോദിക്കും എന്താടാ ചോദിക്കണം. അപ്പോൾ നികേഷ് പറയും അങ്ങോട്ടേക്ക് നോക്ക് സുധീഷേട്ടൻ അതാ വരുന്നു എന്ന് പറയാണ്. അങ്ങനെ സുധീഷ് അവരുടെ അടുത്തോട്ടേക്ക് വരും. വന്ന ശേഷം സുഭാഷിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കും. അപ്പോൾ സുഭാഷ് പറയും പോയി പല്ല് തേച്ചിട്ട് വാടാ എന്ന് പറയണേ. അപ്പോൾ സുധീഷ് പറയണേ ഞാൻ ഇത്രയും സന്തോഷത്തിലാണ് അപ്പോഴാണോ പല്ല് തേക്കാൻ പറയുന്നത് സുഭാഷ് ഏട്ടാ എന്ന് പറയണേ. അങ്ങനെ ഹരീഷിൻ്റെയും നികേഷിൻ്റെയും അടുത്ത് പോയി ഇരിക്കുകയാണ് സുധീഷ്. അപ്പോൾ സുധീഷ് പറയും ഇത്രയും ഹാപ്പി ആയിട്ട് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഞാൻ റൂമിൽ കയറിയ സമയത്ത് എന്നോട് നിധി മുറിയിൽ നിന്നും ഇറങ്ങിപ്പോകാൻ പറയും എന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഹരീഷ് പറയണേ ഞങ്ങളും അത് തന്നെയാണ് വിചാരിച്ചത്. ഇപ്പോൾ സുധീഷേട്ടനെ റൂമിൽ നിന്നും ഇറക്കി വിടും എന്ന് കരുതിയിട്ട് സുഭാഷേട്ടൻ്റെ തലേണയും എല്ലാം കൊണ്ടുവന്ന് ഞങ്ങളുടെ അടുത്ത് വെച്ചിരുന്നു എന്ന് പറയാണ്. അങ്ങനെ സുധീഷ് പറയാണ് നിധി ഇത്രയും മാറി എന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. നിധി എന്നെ ഭർത്താവായിട്ട് തന്നെ അംഗീകരിച്ചു എന്ന് പറയാണ്. എനിക്ക് നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറയണം. അപ്പോൾ സുഭാഷ് പറയും അതെല്ലാം പിന്നെ പറയാം, പോയി ഫ്രഷ് ആയിട്ട് വാ എന്ന് പറഞ്ഞുകൊണ്ട് സുധീഷിനെ അവിടെ നിന്നും പറഞ്ഞയക്കുകയാണ് സുഭാഷ്. പിന്നീട് സുധീഷ് മുറിയിലോട്ടേക്ക് വരികയാണ്. ആ സമയത്ത് നിധി എണീറ്റിട്ടുണ്ടാവും. അപ്പോൾ സുധീഷ് ചോദിക്കും നിധി എണീറ്റോ ചോദിക്കുകയാണ്. അങ്ങനെ നിധിയുടെ അടുത്തോട്ടേക്ക് പോവുകയാണ് സുധീഷ്. എന്നിട്ട് പറയാണ് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല നിധിയുടെ കൂടെ എനിക്ക് ഈ റൂമിൽ താമസിക്കാൻ കഴിയുമെന്ന് പറയാണ്. അപ്പോൾ നിധി പറയും അതെന്താ അങ്ങനെ, നമ്മളുടെ കല്യാണം കഴിഞ്ഞില്ലെന്ന് പറയാണ്. അപ്പോൾ സുധീഷ് പറയും ഇതിൻ്റെ മുന്നേ നമ്മളുടെ കല്യാണം കഴിഞ്ഞു. ഞാൻ ഈ റൂമിലോട്ട് വന്ന സമയത്ത് നിധി എന്നെ ഈ റൂമിൽ നിന്നും ആട്ടി പുറത്താക്കിയതല്ലെന്ന് പറയാണ്. അപ്പോൾ നിധി പറയും ഇനി എന്തെങ്കിലും ഉടായ്പിനാണ് എങ്കിൽ ഞാൻ ഈ റൂമിൽ നിന്ന് ഉറപ്പായിട്ടും അടിച്ച് പുറത്താക്കുമെന്ന് പറയണേ. അപ്പോൾ സുധീഷ് പറയും ഇപ്പോൾ പഴയ നിധി തന്നെ ആയി എന്ന് പറയണേ. സുധീഷ് അങ്ങനെ നിധിയുടെ അടുത്തോട്ടേക്ക് പോയി ഇരിക്കും. എന്നിട്ട് നിധി സുധീഷിൻ്റെ നെഞ്ചിലോട്ട് ചാഞ്ഞ് കിടക്കും. എന്നിട്ട് കുറച്ച് നേരം കിടന്നതിന് ശേഷം നിധി എണീറ്റിട്ട് പറയും എനിക്കൊന്ന് വാഷ്റൂമിൽ പോകണമായിരുന്നു എന്ന് പറയണേ. അപ്പോൾ സുധീഷ് പറയും നിധി വാഷ്റൂമിൽ പോയിട്ട് വാ. നിധി പറയും എനിക്കൊന്ന് വാഷ്റൂമിൽ പോകണമായിരുന്നു. അപ്പോൾ സുധീഷ് പറയും വാഷ്റൂമിൽ പോയിക്കോ. അപ്പം ഞാനെങ്ങനെ പോകുമെന്ന് പറയാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് ഈ റൂമിൽ ഒരു വാഷ്റൂം ഉണ്ടാക്കാമെന്ന് പറയാണ്. അതല്ല സുധീഷ്, ഞാൻ അവരുടെ മുന്നിലോട്ട് എങ്ങനെ പോകുമെന്നാണ് ഉദ്ദേശിച്ചതെന്ന് പറയാണ്. എനിക്ക് മനസ്സിലായി.